ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് രണ്ടും പറഞ്ഞ സെയിം ആണ്. ഇപ്പോൾ ഈ പറയുന്ന 2025 ജൂലൈ 15-ാം തീയതി മുതൽ നമ്മുടെ യൂട്യൂബിൻ്റെ ചില പോളിസീസൊക്കെ മാറിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് കണ്ടൻറ്റുകൾ യൂട്യൂബ് വഴി കാണുന്നതാണ്. അപ്പോൾ അതിൽ നന്നായിട്ട് കണ്ടൻറ്റ് ചെയ്യുന്നവരുമുണ്ട്, പിന്നെ അടിച്ചു മാറ്റി കണ്ടൻറ്റ് ഇടുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പുതിയ പോളിസി അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് മോണിറ്റൈസേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാകുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനൊക്കെയാണ് വാല്യൂ ഉള്ളത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പല ആൾക്കാരും ചെയ്യുന്നതാണ്, പല സ്ഥലങ്ങളിൽ നിന്നും വീഡിയോസ് അടിച്ചു മാറ്റി ഇടുക, കോപ്പിറൈറ്റ്, അതായത് കോപ്പി ചെയ്തിട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ റിയാക്ഷൻസൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും വ്യൂസ് കൂട്ടുകയും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. ഈ പറയുന്ന ഞാനും അതുപോലെയൊക്കെ തന്നെ ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ പുതിയ പോളിസി അനുസരിച്ച് അങ്ങനെയൊന്നും പറ്റത്തില്ല. കാരണം നമ്മുടെ കണ്ടൻറ്റിന് വ്യക്തമായ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അപ്പം അത് ഏത് വിഷയത്തെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ പോലും വ്യക്തമായിട്ട് പറയണം, നല്ല ക്വാളിറ്റി ഉണ്ടാകണം. പിന്നെ ചിലർ ഈ വീഡിയോസൊക്കെ വെച്ചിട്ട് റിയാക്ഷൻസൊക്കെ ചെയ്യും. റിയാക്ഷൻസ് ചെയ്യുമ്പം ഒരു വീഡിയോ സൈഡിൽ പ്ലേ ചെയ്തിട്ട് ജസ്റ്റേഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ എക്സ്പ്രഷൻസ് ഇട്ട്, അല്ലെങ്കിൽ ഓ വാവ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുവാണെങ്കിൽ പോലും ഒരു വീഡിയോ സൈഡിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു അത് കണ്ടിട്ട് നമുക്കുണ്ടായ തോന്നലുകളും നമുക്ക് എന്തൊക്കെയാണോ ആ വീഡിയോയിൽ നിന്ന് മനസ്സിലായത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണം. നമ്മുടേതായ രീതിയിൽ നമ്മൾ സംസാരിക്കണം. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ച് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് നന്നായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ആ വീഡിയോയെക്കുറിച്ച് ഒരു അത്യാവശ്യം കാണുന്ന ആൾക്കാർക്ക് അതെന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രസൻറ്റേഷൻസൊക്കെ നടക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ വീഡിയോസ് റീച്ച് ആവുകയും ആ കണ്ടൻറ്റ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാകുമെന്ന് പറയും. ഇപ്പോൾ മാക്സിമം ആൾക്കാർ അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ കാണാനാണ് ഇഷ്ടപ്പെടുന്നതും. അതുപോലെ തന്നെ അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ റീച്ച് ആകുകയും അങ്ങനെയാണ് ചാനലുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇനിയിപ്പം പല ആൾക്കാരും യൂട്യൂബിനെ സംബന്ധിച്ച് ഒരുപാട് പേര് ഈ പറയുന്ന പോലെ റിയാക്ഷൻ വീഡിയോസ് അല്ലാത്ത വീഡിയോസ് എല്ലാം ചെയ്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് വ്യൂസൊക്കെ ഉള്ള ചാനലുകളൊക്കെ ഉണ്ട്. പക്ഷേ യൂട്യൂബ് അത് മൊത്തത്തിൽ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് ഒരുപാട് പേരും വെറുതെ ഓരോ റിയാക്ഷൻസൊക്കെ ഇട്ട് ചുമ്മാ എന്തോ ഇങ്ങനെ സ്ക്രീനിന് മുന്നിൽ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് എന്തൊക്കെയോ സംസാരിച്ച് പോകുന്നത് കൊണ്ട് അങ്ങനെ മോണിറ്റൈസേഷൻ, അതായത് സത്യം പറഞ്ഞാൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡ്രൈവിങ്ങിന് എന്താ പറയുക, ലൈസൻസ് എടുക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ. അതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, അതുപോലെ തന്നെ 4000 വാച്ച് അവേഴ്സ് വേണം. ഇൻ കേസ് ഇപ്പം ഷോർട്ട് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ അതിനൊരു 10 മില്യൺ വ്യൂസ് എങ്കിലും വേണം. ഈ 3 ക്രൈറ്റീരിയസ് ഉണ്ട്. അതിൽ 2 എണ്ണം കടന്നാൽ മതി. അതായത് 3 കടമ്പകളിൽ 2 കടമ്പകൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. മോണിറ്റൈസേഷൻ ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന കടമ്പകൾ കടന്നാലും യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എന്താ പറയുക ചെക്കിംഗ് ഉണ്ടാകും. കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തതിന് ശേഷം ഇത് ഓക്കെ ആണെന്ന് കണ്ടാലാണ് മോണിറ്റൈസേഷൻ കിട്ടുന്നത്. മോണിറ്റൈസേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ മുന്നോട്ടേക്ക് വീഡിയോസ് ചെയ്താൽ ഏണിങ്സ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമുക്കറിയാം മോണിറ്റൈസേഷൻ ഉള്ള ചാനൽസ് പോലും ചില സാഹചര്യങ്ങളിൽ കട്ടായി പോകാറുണ്ട്. അത് ചില വീഡിയോസ് കോപ്പിറൈറ്റ്, അതായത് കോപ്പിറൈറ്റ് ഉള്ള കണ്ടൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടും. സ്ട്രൈക്ക് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വീഡിയോസ് പിന്നെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്ര ദിവസത്തേന് ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഗുണമില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നീറ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസീസൊക്കെ പക്കയായിട്ട് ഫോളോ ചെയ്ത് നല്ല കണ്ടൻറ്റുകൾ ഇടുക. അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സ്, ഞാൻ ഉൾപ്പെടെയുള്ള ക്രിയേറ്റേഴ്സ് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻലി അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്താ പറയുക യൂട്യൂബ് മോണിറ്റൈസേഷൻ അതുപോലെ ഭാവിയിലേക്ക് അതിൽ കൂടി ഒരു വളരാനും പറ്റത്തുള്ളൂ. അപ്പം ഇനിയുള്ള സമയങ്ങളിൽ ഇപ്പം നമ്മൾ ഷോർട്ട് വീഡിയോസ് ആണല്ലോ എവിടുന്നേലൊക്കെ അടിച്ചു മാറ്റി ഇടുകയാണെങ്കിലൊക്കെ പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അത് ഈ പറയുന്ന പോലെ യൂട്യൂബ് കംപ്ലീറ്റ്ലി അതൊക്കെ വാച്ച് ചെയ്ത് കണ്ടൻറ്റ് പക്കയാണെങ്കിൽ മാത്രമേ ഒരു അപ്രൂവൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ പറ്റി. ബാക്കി ഫ്യൂച്ചറിൽ ഓരോരുത്തർ ചെയ്യുന്നതനുസരിച്ച്, അതായത് വരും ദിവസങ്ങളിൽ ഓരോരുത്തർ ചെയ്യുന്നതനുസരിച്ച് വീഡിയോയുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ പക്കയായിട്ട് ചാനൽ കയറും, വ്യൂസ് കയറും, അങ്ങനെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഏൺ ചെയ്തു പോകുന്ന നല്ല നല്ല ചാനലുകളുണ്ട്, എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ചാനലുകളുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ബഡ്ഡിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ
തുടങ്ങി മുന്നോട്ടേക്ക് പോകുന്നവരും അല്ലെങ്കിൽ യൂട്യൂബിൽ വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ ഒക്കെ കുറവുള്ള ആൾക്കാർക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. താങ്ക്